നമ്മളടുത്ത് വരുന്ന എല്ലാ ഗസ്റ്റിനെയും അവർക്ക് മാക്സിമം അവരുടെ ബഡ്ജറ്റിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ച് ഹാപ്പിയാക്കി വിടാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ ബഡ്ജറ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ബഡ്ജറ്റ് കുറവായിരിക്കാം. ഇന്നത്തെ പരിപാടി വാട്ടർ സ്പോർട്സാണ്. ഇന്ന് ഫുള്ളും വെള്ളത്തിൽ കളിയാണ്. ഇപ്പം രാവിലെ തന്നെ വർക്കലയിൽ നിന്ന് ഇറങ്ങി, റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഗസ്റ്റുമായിട്ട് നേരെ പോവുകയാണ് നമ്മളെ ബോട്ടിംഗ് സെൻറ്ററിലോട്ട്. നമ്മൾ കാണുന്നത് കാപ്പിൽ കടൽത്തീരമാണ് കാണുന്നത്. ഇപ്പം സമയം ഒരു 6:45 അടുപ്പിച്ചാവുന്നുണ്ട്. കുറച്ചുകൂടെ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. ഗസ്റ്റ് ഇറങ്ങി വെച്ച് താമസിച്ചായിരുന്നു. നമ്മളിപ്പോൾ കൊടുത്തിരുന്ന ടൈം 6 മണിയാണ്. അവരിറങ്ങിയപ്പം 6:30 മണിയോളം ആയി. അതാണ്. പക്ഷേ രാവിലെയുള്ള നമ്മുടെ കായൽ കാഴ്ചയായാലും എല്ലാം നല്ല രസമാണ്. നല്ല ചെറിയ മഞ്ഞും ഇവിടെയൊക്കെ നല്ല രസമായിരിക്കും ആ സമയത്ത് വരികയാണെങ്കിൽ. നമ്മൾ നെടുങ്ങോലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അകത്തോട്ട് പോയി ഈ എത്തുന്ന ആ ബോട്ടിംഗ് സെൻറ്റർ എത്തുന്ന കുറച്ച് റോഡ് കൺജസ്റ്റഡാണ്. അപ്പം ഫ്രണ്ടിൽ പോയ വണ്ടിക്ക് എതിരെ ഒരു വാഹനം വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തി കുറച്ച് ബാക്കൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് ചെറിയ റോഡാണ്. അതുമാത്രമല്ല സൂക്ഷിച്ച് പോകണം. കാരണം അപ്പുറം വീടുകളുണ്ട്. കൊച്ചുങ്ങളൊക്കെ ചിലപ്പം റോഡോട്ട് ഓടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ ഒരു നല്ല തിരക്കുള്ള മേഖലയാണ് ഇവിടെ. കാരണം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 2 വർഷത്തിനകത്ത് ഭയങ്കരമായ ഒരു മാറ്റമാണ് ടൂറിസം മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മനോരമയുടെ ട്രാവൽ മാഗസിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഏപ്രിൽ ലക്കത്തിനകത്ത് നമ്മുടെ ഈ പരോരത്തെ കയാക്കിംഗ് സെൻ്ററുകളെക്കുറിച്ചും കായലിനെക്കുറിച്ചും പാട്ടക്കായലിനെക്കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതുതായി 1-2 റിസോർട്ട് കൂടി ഇവിടെ വരാനുണ്ടെന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ഇപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. ഈ ഇടുങ്ങിയ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പോണ വഴിക്ക് തന്നെ നിലവിലൊരു റിസോർട്ടുണ്ട്. ഫാർഗൻ നേച്ചർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട്. നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള നല്ല സ്റ്റാൻഡേർഡ് റിസോർട്ടാണത്. അപ്പോൾ അവിടെ തന്നെ നല്ല രസമാണ്. ഈ കാണുന്നതാണ്, ഇട സൈഡിൽ കാണുന്നതാണ് ഫാർഗൻ നേച്ചർ. അപ്പം ഇവിടെ ഇതിൻ്റെ ഇട സൈഡിൽ കായലാണ്. അപ്പം ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ കായലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ റൂമിലൊക്കെ നിന്ന് നല്ല കായൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ മേഖലയിലെല്ലാം കൂടെ എനിക്ക് തോന്നുന്നൊരു 10-30 പുറത്ത് ബോട്ടിംഗ് സെൻ്റർ ഉണ്ട് ഇപ്പോഴും തന്നെ. ഈ അടുത്തായിട്ടാണ് കൂടുതലായിട്ട് വന്നത്. ഒരു 5 കൊല്ലമായിക്കാണ് ഈ ഒരു മാറ്റം വന്നിട്ട്. അതായത് കൊറോണയ്ക്ക് ശേഷമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഇത്രയും ടൂറിസം മേഖലയിൽ ഇവിടെ ഇത്രയും മാറ്റം വരികയും ഇതിനു മുന്നേ ഈ പ്രദേശമെല്ലാം നമ്മുടെ മണൽ വാരുന്ന പ്രദേശങ്ങളായിരുന്നു. ഈ കടവുകളെല്ലാം തന്നെ വള്ളങ്ങളിൽ മണൽ വാരിക്കൊണ്ടുവന്ന് ലോറികളിൽ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോഴാണത് കയാക്കിംഗ് സെൻ്ററുകളും ബോട്ട് ക്ലബ്ബുകളായി മാറിക്കഴിഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയും ഭാര്യയും മീൻ പിടിക്കുന്നതാണ് കാണുന്നത്. കുട്ടവഞ്ചിയിലാണ് അവർ മീൻ പിടിക്കുന്നത്. ഒരു 3 മാസത്തോളം ഈ പ്രദേശത്ത് കാണും. ഏപ്രിൽ, മെയ്, ജൂൺ ഈ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് മീൻ പിടിച്ച് ഓരോ കടവുകൾ മാറി അവർ പൊയ്ക്കൊണ്ടിരിക്കും. ഇത്തരത്തിലൊരു 15ഓളം കുടുംബങ്ങളുണ്ട്. ഭാര്യ, ഭർത്താവ്, കൈക്കുഞ്ഞുങ്ങൾ മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും ഈ കായൽ കൊണ്ട് ജീവിക്കുന്നു. ഏതോ ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഈ കായൽ കൊണ്ട് അവരും ജീവിക്കുന്നു അല്ലേ. എന്താണ് പ്രകൃതിയുടെ ഒരു വിഭവ സമൃദ്ധി. അപ്പം നമ്മൾ ഈ വരുന്നതിനകത്ത് 2 പേരേ ഉള്ളൂ. ഒരാൾ സ്ത്രീ തൊഴിലാളി അത് കുട്ടവഞ്ചി തുഴയുന്നുണ്ട്. കുട്ടവഞ്ചി നല്ല സ്പീഡിലാണ് തുഴയുന്നത് കേട്ടോ. നല്ല സ്പീഡ് വെച്ചാൽ ഒരു മെഷീൻ വെച്ച് പോകുന്ന ബോട്ടിൻ്റെ ശരാശരി സ്പീഡെന്ന് പറയാം. ആ രീതിയിലാണ് അവർ കുട്ടവഞ്ചി തുഴയുന്നത്. നല്ല സ്പീഡിൽ പോകണം. അതിനനുസരിച്ച് മറ്റേ ആളത് വലിച്ച് കയറ്റുന്നുണ്ട്. മീനുണ്ട്, ചിലത് മീൻ കാണത്തില്ല. മീനില്ലാത്ത ഈ നമ്മുടെ ഈ മരക്കൊമ്പുകളോ അങ്ങനെയൊക്കെ ഒടിഞ്ഞ് കയറുന്നുണ്ട്. അതെല്ലാം അവർ കുടഞ്ഞ് കളയുന്നുണ്ട്. അവർ പോകുന്നുണ്ട്. നമ്മൾ ആ എതിർ സൈഡിൽ കാണുന്നതാണ് നമ്മളിന്ന് ബോട്ടിങ്ങിന് വന്നിരിക്കുന്ന അക്വാ ഹെവൻ എന്ന ബോട്ട് ക്ലബ്ബ്. അപ്പോൾ അവിടെ കുറച്ച് 2 മാസം മുന്നേ ഒരു വിജയ് ദേവരകൊണ്ടയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ചാണ് നടത്തിയത്. അതിനൊക്കെ തന്നെ 1-2 സിനിമാ സംവിധായകരും ഒക്കെ വന്ന് അവർ ആ ഡയറക്ട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ അവർ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്പീഡ് ബോട്ടാണ് ഈ വരുന്നത്. നമ്മൾ ഫുൾ ഡേ വാട്ടർ ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആണ്. അതിനുവേണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു.
അടുത്ത കുട്ടവഞ്ചി പോകണം. ആ കുട്ടവഞ്ചിയിൽ അമ്മയും അച്ഛനും ഒരു വയസ്സ് 1.5 വയസ്സുള്ള ഒരു പൊടി കുഞ്ഞുമാണ് ഇരിക്കുന്നത് കേട്ടോ. അവർ ആ തൊഴിലിന് അവരെ കൊച്ചിനെയും വെച്ചുകൊണ്ട് പക്ഷേ നമുക്ക് കാണുമ്പോൾ പേടിയാവും. പൊടി കുഞ്ഞുമായിട്ട് വള്ളത്തിൽ പോകുമ്പോഴത്തേക്ക് അവരെ തൊഴിലായതുകൊണ്ട് അവർ അത് ഒരു നിത്യാഭ്യാസി ആനയെ ചുമക്കുമെന്ന് പറയുകയാണല്ലോ. അപ്പം സ്പീഡ് ബോട്ട് കൊണ്ടുവന്ന് ഒരു റൗണ്ട് ഒന്ന് കറക്കി, എന്നിട്ട് ഇതാണ്ട് അവരെ ഗസ്റ്റിനെ കയറ്റാനായിട്ട് പോവുകയാണ് അവരെ കടവിൻ്റെ ഫ്രണ്ടിലോട്ട്. നമ്മളിപ്പുറത്ത് വന്നിട്ട് ഇവരുടെ തന്നെ അപ്പുറം ആക്കുന്ന വള്ളമുണ്ട്. അതിനകത്താണ് കൺട്രി ബോട്ടാണ് നമ്മളെ അപ്പുറമാക്കിയത്. അതേപോലെ തന്നെ ഈ കൺട്രി ബോട്ടിലും ഇവർ ഈ ഐലൻഡിനകത്തോട്ട്, അതായത് കണ്ടൽക്കാടിനകത്തോട്ട് കാഴ്ച കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. അതും 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെ 2-3 ടൈപ്പ് ഇവരെ പാക്കേജുകളൊക്കെ ഉണ്ട്. രാവിലെ സൺറൈസ്, അങ്ങനെ വൈകുന്നേരത്ത് സൺസെറ്റ്